മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ഇ.ഡി. റെയ്ഡിനു പിന്നാലെ തലസ്ഥാനത്തുണ്ടായ സംഘർഷാവസ്ഥ പുതിയൊരു നിയമയുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനവ്യൂഹത്തിനു നേരെ CPM DYFI പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ കാറിന്റെ ഡ്രൈവറെ സ്വാധീനിക്കാൻ രാഷ്ട്രീയ തലത്തിൽ നീക്കം നടക്കുന്നു എന്ന സംശയത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. കേസിൽ നിർണായക സാക്ഷിയായ ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന A. റഹീം MPയുടെ പ്രഖ്യാപനത്തെ ഈ ആംഗിളിലാണ് ED വീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിലെ പരാതിക്കാർ. എന്നാൽ ആക്രമണത്തിന്റെ തീവ്രതയും ഗൂഢാലോചനയും തെളിയിക്കാൻ കോടതിയിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് അക്രമികൾക്കിടയിൽ അകപ്പെട്ടുപോയ ആ വാടക കാറിന്റെ ഡ്രൈവർ ശ്യാമിന്റെ മൊഴികളാണ്. പ്രതിസ്ഥാനത്ത് ഭരണകക്ഷിയായ CPMന്റെ ഉന്നത നേതാക്കളും അണികളും നിൽക്കുമ്പോൾ ഈ കേസിന്റെ വിചാരണാ വേളയിൽ ചാലകശക്തിയാകേണ്ട പ്രധാന സാക്ഷിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന നീക്കങ്ങൾ നിയമവൃത്തങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു. സംഭവത്തിന് തൊട്ടു പിന്നാലെ താനൊരു CPM അനുഭാവിയാണെന്ന് ഡ്രൈവർ ശ്യാം പരസ്യമായി പ്രതികരിച്ചിരുന്നു. പാർട്ടി പ്രവർത്തകർ തന്റെ ഉപജീവന മാർഗം തകർത്തതിലുള്ള വിഷമവും ആശങ്കയുമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ചെറുപ്പക്കാരൻ പങ്കുവച്ചത്. ഇതിനു തൊട്ടു പിന്നാലെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ A. റഹീം MP ഡ്രൈവറെ നേരിട്ട് വിളിച്ച് സംസാരിച്ചതും കാറിന്റെ കേടുപാടുകൾ തീർക്കാൻ പാർട്ടി വകയായി നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചതും. ഒറ്റനോട്ടത്തിൽ ഇതൊരു മാനുഷിക പരിഗണനയായി തോന്നാമെങ്കിലും നിയമപരമായി ഇതിന് പിന്നിൽ വലിയൊരു അജണ്ടയുണ്ടെന്നാണ് EDയുടെ വിലയിരുത്തൽ. CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും റഹീമിനാണ്. കേസിലെ ഒന്നാം സാക്ഷിയായി മാറാനിടയുള്ള വ്യക്തിയുമായി പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഉന്നത നേതാവ് നേരിട്ട് ചർച്ച നടത്തുന്നതും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്നതും സാക്ഷിയെ സ്വാധീനിക്കാനുള്ള പ്രത്യക്ഷ നീക്കമായി ED ഇനി കോടതിയിൽ ഉന്നയിച്ചേക്കും. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ ഡ്രൈവർ മൊഴി മാറ്റിയാൽ പോലും വിചാരണയ്ക്ക് മുൻപ് CPM നേതൃത്വം അദ്ദേഹവുമായി നടത്തിയ ഈ സാമ്പത്തിക ഇടപാടുകളും ചർച്ചകളും പ്രതികൾക്ക് തിരിച്ചടിയാകാൻ തക്കവണ്ണം ശക്തമാണ്. സാക്ഷിയെ ഭയപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ കൂറുമാറ്റാൻ ശ്രമിച്ചു എന്ന് വാദിക്കാൻ ഈ നഷ്ടപരിഹാര പ്രഖ്യാപനം പ്രോസിക്യൂഷന് വലിയ ആയുധമാകും. മുൻ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ വെച്ച് EDക്ക് നേരെയുണ്ടായ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കോടതികളും വീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാൻ പ്രാദേശികമായോ രാഷ്ട്രീയമായോ ഉള്ള യാതൊരു നീക്കവും അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് അന്വേഷണ സംഘം. വിചാരണ വേളയിൽ ഡ്രൈവർ പാർട്ടിയോടുള്ള ആഭിമുഖ്യം കാരണം കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകിയാൽ ഡിജിറ്റൽ തെളിവുകളും മറ്റും ഉയർത്തി കാണിച്ച് ED പ്രതിരോധിക്കും. പെട്ടെന്നുണ്ടായ ഒരു ആൾക്കൂട്ട പ്രതിഷേധത്തിനിടയിൽ വാഹനം പെട്ടുപോയതാണെന്ന രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഡ്രൈവർക്ക് നഷ്ടപരിഹാരം നൽകി അദ്ദേഹത്തിന്റെ പരാതികളും ആശങ്കകളും തീർക്കുന്നതിലൂടെ കേസിലെ കടുപ്പം കുറയ്ക്കാനാകുമെന്നാണ് A. റഹീം ഉൾപ്പെടെയുള്ള നേതാക്കൾ കണക്കുകൂട്ടുന്നത്. എന്നാൽ കേന്ദ്ര ഏജൻസിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ വ്യക്തികൾ തമ്മിലുള്ള ഒത്തുതീർപ്പുകൾക്കോ നഷ്ടപരിഹാരത്തിനോ യാതൊരു നിയമസാധുതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPM അനുഭാവിയായ ഒരു സാധാരണ തൊഴിലാളിയുടെ വാഹനം തകർത്തത് പാർട്ടിക്ക് വലിയ ജനവിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന ഭയവും ഈ അതിവേഗ സഹായ പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്.